ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സ്നാക്ക് മാത്രമായിട്ടല്ല, നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ. അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് 1-2 ചേർക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ഗാർക്ക് പേസ്റ്റ് ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 1-2 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് തേങ്ങയ്ക്കുള്ള അളവിനനുസരിച്ചിട്ടുള്ള മല്ലിയിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണ്ട. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മൾ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സംഭവം നല്ല സെറ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ചമ്മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. ഈ ഒരു പാകത്തിന് വേണ്ടിയിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറിയൊരു ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കണം. ദോശമാവ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് മൈദയിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കട്ടയൊന്നുമില്ലാതെ എടുക്കുക. നമ്മൾ സാധാരണ മൈദദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, ആ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. പക്ഷേ ആ ഒരു ദോശൻ്റെ ബാറ്ററിനേക്കാളും ഒന്നുകൂടി ഒന്ന് ലൂസായിട്ട് വേണ്ടത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ടൈറ്റ് ആകാനേ പാടില്ല, ലൂസായിട്ട് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ. അപ്പം നമ്മളിതാ വീണ്ടും ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ലൂസായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണേ. ഇനി നമുക്കിതിലേക്ക് നല്ല പുളിയുള്ള തൈര് ചേർക്കണം കേട്ടോ. ഒരുപാടൊന്നും ചേർക്കണ്ട, 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുക്കാം കേട്ടോ. കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മളൊരു മാവിലേക്ക് നമ്മൾ ഉപ്പും ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ തന്നെ പാൻ വെച്ചിട്ട് അത് ചൂടാക്കാൻ പാടില്ല. ചൂടായി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഇപ്പം പാന് ചൂടാക്കിയിട്ടില്ല, നമ്മൾ ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാട്ടോ ചെയ്യുന്നത്. പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ വേറൊരു പാത്രത്തിലേക്ക് അതങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് നല്ല നൈസായിട്ട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ദോശ പോലെ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പകുതി മുട്ടയാട്ട വെച്ചിട്ടുള്ളത്. അതിന് മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മളിതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ മുട്ട വേവിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഹാഫ് ബോയിലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ ഉണ്ടാകാൻ. അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഇനി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാനാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, സമയം ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ കാണാം. ബൈ, താങ്ക് യു.